സമൂഹം നിലനിൽക്കാൻ ജനസംഖ്യ നിയന്ത്രണം ആവശ്യമില്ല എന്നാണ് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു എന്നാണ് സമൂഹം നിലനിൽക്കാൻ ജനസംഖ്യ നിയന്ത്രണം ആവശ്യമില്ല, ഒരു കുടുംബത്തിൽ 3 കുട്ടികളെങ്കിലും വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നു. വികസിത ഭാരതത്തിൽ ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുന്നു. ഇത് പറയുന്നത് BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയി സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. രണ്ടുപേരും പറ. അപ്പോൾ ഇതിൽ ആരെ വിശ്വസിക്കണം, ആരുടെ വാക്ക് മുഖവിലേക്ക് എടുക്കണം എന്നാണ് സന്ദീപ് വാര്യർ ജനങ്ങളോട് ചോദിക്കുന്നത്. സത്യത്തിൽ ഇതിൽ ജനങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയമാണ്. ഒരു RSSന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ പറയുന്നു ജനസംഖ്യ നിയന്ത്രണം വേണ്ട എന്ന്. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു വികസിത ഭാരതത്തിൽ ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന്. നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? രണ്ടുപേരെയും വിശ്വസിക്കണം. സന്ദീപ് വാര്യരെ വിശ്വസിക്കരുത്. കാരണം ഞാൻ ഈ രണ്ടുപേരും പറഞ്ഞത് ശരിയാണെന്ന് പറയും. പിന്നെ ഈ ധന്യ പറഞ്ഞതുപോലെ മോഹൻജി ഭാഗവത് പറഞ്ഞത് ജനസംഖ്യാ നിയന്ത്രണം വേണ്ട എന്നല്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ ക്ലാരിഫിക്കേഷൻ. അതിലേക്ക് വരും മുമ്പ് ഞാൻ സന്ദീപ് വാര്യരുടെ ഒരു 3-4 ദിവസം മുമ്പുള്ളൊരു പോസ്റ്റ് പറയാം. അദ്ദേഹം BJPയുടെ 2014 അതോ കഴിഞ്ഞ ഇലക്ഷൻ്റെയോ പ്രകടന പത്രികയുടെ കോപ്പി ഇട്ടിട്ടുണ്ട്. 2014 എന്നിട്ട് പറയുന്നത് അതിനകത്തൊരു മറ്റേ കളറിന് മാർക്ക് ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്ന വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കും. അപ്പോൾ BJP ഇപ്പോൾ വഖഫ് ബില്ല് കൊണ്ടുവരുന്നു, അപ്പോൾ ഇത് ഇരട്ടത്തപ്പല്ലേ എന്ന്. എന്തൊരു ഊള സ്റ്റേറ്റ്മെൻറ്റാണ്. BJP പറഞ്ഞത് എന്താണ്? വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ട നടപടി എടുക്കും. വഖഫിൻ്റെ ഒരുപാട് സ്വത്തുക്കൾ കയ്യേറിപ്പോയിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. എന്നാൽ അതിനർത്ഥം ഈ ധന്യയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ധന്യ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ അതിന് സംരക്ഷിക്കുന്നതല്ല. ആസ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള അവകാശങ്ങളുണ്ടല്ലോ, അത് സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ധന്യ ഇന്നലെ ചെയ്തതോ ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും സംരക്ഷിക്കുമെന്നതിന് അർത്ഥമില്ല. അത് എല്ലാ മനുഷ്യരും, എൻ്റെ കാര്യത്തിലും ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പോൾ വഖഫ് ബോർഡിന് നിയമാനുസൃതമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ അധികാരങ്ങൾ കൊടുത്ത് ആരുടെ സ്വത്തും കവർന്നെടുക്കാനുള്ള സംരക്ഷണം നൽകുമെന്ന അർത്ഥമില്ല. അത് സന്ദീപ് വാര്യർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. കലക്കവെള്ളത്തിലൊന്നും മീൻ പിടിക്കാൻ വേണ്ടി, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മുൻകാല BJP നേതാവും നല്ല ബോധമുള്ള ആളാണ്. ഇപ്പം നല്ല ബോധമുള്ള അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒട്ടും ബോധമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെയല്ല, ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെ BJP പ്രകടന പത്രികയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ആ പോസ്റ്റ് ക്ലിക്കാവാതെ പോയത്. അത് ബൂമറാങ് ആയിട്ട് പുള്ളിക്ക് തിരിച്ചടിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, നമ്മുടെ രാജ്യം 148 കോടി ജനങ്ങളുണ്ട്. നമ്മളൊക്കെ കൂടുതൽ ജനസംഖ്യ ചൈനയിലുണ്ട്. പക്ഷേ ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ 2-3 ഇരട്ടി വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഈ 148 കോടി ജനങ്ങളുടെ ഒരു ബാഹുല്യം ചൈനയേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് നമുക്കാണ്. കാരണം നമ്മുടെ ഭൂവിസ്തൃതി ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് അനിയന്ത്രിതമായി ജനസംഖ്യ കൂടുന്നത് രാജ്യത്തിന് ആപത്താണ്. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. കാരണം നമ്മൾ നോക്കണം, നമ്മുടെ ഭൂമിയിലെ വിഭവങ്ങൾ കൂടുന്നില്ല, ഭൂമി കൂടുന്നില്ല, വഖഫിൻ്റെ ഭൂമി മാത്രമേ കൂടുന്നുള്ളൂ, ബാക്കി ഭൂമിയൊന്നും കൂടുന്നില്ല. നമ്മുടെ ജലസ്രോതസ്സുകൾ കൂടുന്നില്ല, വനങ്ങൾ കൂടുന്നില്ല. ഇപ്പോൾ ഭൂമി ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ആകാശത്തേക്ക് പോവുക അല്ലേ, ഫ്ലാറ്റുകൾ കെട്ടിപ്പോക്കുകയാണ്. അപ്പോൾ ഭൂമിയില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമ്മുടെ വിഭവങ്ങൾ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കെ വിഭവങ്ങൾ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളും, വെള്ളമാവട്ടെ, മറ്റ് ധാതുക്കളാവട്ടെ, ഓയിലാവട്ടെ, ഭൂമിക്കടിയിലുള്ള കൽക്കരി ആവട്ടെ, ഇതൊക്കെ അൺലിമിറ്റഡ് അല്ല, എക്കാലത്തും കിട്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ തീരും. അങ്ങനെ തീരുമ്പോഴത്തേക്ക് മനുഷ്യൻ എങ്ങനെ ജീവിക്കും? കാലില്ലാത്ത കാലത്തെക്കുറിച്ച് കുഞ്ഞൻ നമ്പ്യാർ എഴുതിയ കഥയില്ലേ എന്ന് പറയുന്നത്, മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജനസംഖ്യാ വിസ്ഫോടനം സംഭവിച്ച രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിക്കണം. അത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ നിയന്ത്രിക്കാനൊന്നുമല്ല. മുസ്ലിങ്ങളുടെ ജനസംഖ്യയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ ഇപ്പോഴും 5-6 മക്കളുണ്ട്, 2-3 ഭാര്യമാർ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അതുകൊണ്ട് ഡെമോഗ്രാഫിയിൽ ഉണ്ടാകുന്നൊരു മാറ്റം ഒരു പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറഞ്ഞ് മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കൽ മാത്രമല്ല, രാജ്യത്തിലെ പൊതുവിലുള്ള ജനസംഖ്യ നിയന്ത്രിക്കുക. അക്കൂടെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന പരിപാടി നടത്തുന്ന ആളുകളുണ്ട്, അവരെ നിർബന്ധമായും അവരെ നിയന്ത്രിക്കണം. അത് രാജ്യത്തിന് അനിവാര്യമാണ്. അതിനെ സാമൂഹ്യശാസ്ത്രജ്ഞന്മാരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും നരവംശാസ്ത്രജ്ഞന്മാരും തുടങ്ങി ഏത് ശാസ്ത്രജ്ഞന്മാരും അതിനെ നിഷേധിക്കാനും പോകുന്നില്ല. ജനസംഖ്യ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്, റിസോഴ്സസ് വിഭവങ്ങൾ കൂടാത്തതുകൊണ്ട് എന്നുള്ളത് ശാസ്ത്രമാണ്,
ശാസ്ത്രീയമായി പ്രൂവണാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിയാൽ അതിന് നിയമസാധുത പോലും കിട്ടും. കാരണം ഇപ്പം ജനസംഖ്യ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? ജനസംഖ്യ 2 കുട്ടികൾ, ഇപ്പോൾ ചൈനയിലൊക്കെ ഉണ്ടായിരുന്നു. ചൈന ഇപ്പോൾ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ചൈന ഒറ്റ കുട്ടി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ജനസംഖ്യ ചൈനയുടെ ജനങ്ങളിൽ ഭൂരിഭാഗവും വയസ്സന്മാരായിക്കൊണ്ടിരിക്കുക. അടുത്തിടെ ഞാനൊരു വാർത്ത വായിച്ചു, ചൈനയിൽ പട്ടാളത്തിലേക്ക് ചെറുപ്പക്കാരെ കിട്ടുന്നില്ല. കാരണം പല വീടുകളിലും ഒറ്റ കുട്ടിയേ ഉള്ളൂ. ഈ ഒറ്റ കുട്ടിയുള്ളവരൊക്കെ കുട്ടികളൊക്കെ 35-40 വയസ്സിലായി. അപ്പോൾ നമ്മൾ ഇസ്രയേലിൻ്റെ യുദ്ധം കാണാറില്ലേ, അവിടെ മരിക്കുന്ന ഇസ്രയേലി ഭടന്മാരൊക്കെ 19 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ്. കാരണം ലോകത്തിലെ എല്ലാ ആർമിയും കൊതിക്കുന്നതാണ് യങ്സ്റ്റേഴ്സായി, യങ് ആയിട്ടുള്ള ആർമി ഉണ്ടാവുക. ചൈനീസ് സൈന്യത്തിന് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നാണ് എൻ്റെ പേര്, PLA. അതിന് വയസ്സാവുന്നു എന്നൊരു വാർത്ത ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരെ കിട്ടുന്നില്ല. ഉള്ള ഒറ്റ കുട്ടിയെ ഉള്ളെങ്കിൽ അവർക്ക് മക്കളെ പട്ടാളത്തിൽ വിടാൻ താല്പര്യമില്ല. അപ്പോൾ ചൈനീസ് ആർമി വലിയ പ്രതിസന്ധി നേരിടുകയാണ് ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട്. ഇപ്പോൾ അവർ റിവേഴ്സ് ചെയ്തിട്ട് 2 മക്കളാവട്ടെ എന്ന് പറയുകയാണ്. നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താ? നമ്മുടെ ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ ചൈന ചെയ്തത് ഒറ്റ കുട്ടി മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, 2 കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കുറവ്, 3 മക്കളായാൽ ഒരാനുകൂല്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ചൈനയെ കൊണ്ടുവന്നത്. നമുക്കിവിടെയും വേണേൽ ആലോചിക്കാം. അപ്പോൾ മറ്റേ ക്ഷേമ പദ്ധതികൾ, 1 കുട്ടി മാത്രം ഉള്ളെങ്കിൽ, 2 കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് സൗജന്യങ്ങൾ, 3 കുട്ടികളാണെങ്കിൽ സൗജന്യങ്ങളേ ഇല്ല. പെൺകുട്ടികൾക്കുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒറ്റ കുട്ടിയാണെങ്കിൽ ആനുകൂല്യമൊക്കെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സുകന്യ അല്ലേ പദ്ധതിയൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് ജനസംഖ്യാ വിസ്ഫോടനം എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയാണ്. അത് രാജ്യത്തെ മൊത്തം ബാധിക്കുന്നതാണ്. അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്, അനിയന്ത്രിതമായി ജനസംഖ്യ കൂടുന്നത് കുഴപ്പമാണ്. എന്നാൽ മോഹൻജി ഭാഗവത് പറഞ്ഞ എന്താണ്? അതായത് നമ്മുടെ ഇപ്പോൾ രാജ്യത്തെ ഈ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2.1 ആണ് നമ്മുടെ ജനനനിരക്ക്, 2.1 എന്ന തരത്തിലാണ്. അതായത് ഒരു കുടുംബത്തിൽ 2.1 മക്കളെ ഉള്ളൂ എന്ന്, അത്രയെങ്കിലും ഉണ്ടാവണം ഒരു ജനസംഖ്യ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ. എന്ന് വെച്ചാൽ 2.1 എന്ന് പറഞ്ഞാൽ 2.1 പറ്റത്തില്ല. അപ്പോൾ 3 കൂട്ടാം. അപ്പോൾ 3 മക്കളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ആർക്കെന്ന് മോഹൻജി പറഞ്ഞിട്ടുണ്ട്, അത് ചില പ്രത്യേക വിഭാഗങ്ങളിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നിലനിൽപ്പിനും സാംസ്കാരിക വ്യക്തിത്വത്തിനും എന്ത് വേണം? ജനനനിരക്ക് കൂടണം. നിലനിൽപ്പിനും സാംസ്കാരിക വ്യക്തിത്വത്തിനും. ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നറിയോ? ജനസംഖ്യ ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആ സമുദായത്തിൻ്റെ നിലനിൽപ്പ് ഇല്ലാതാവും. എന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഹിഗിൻ ബോതംസിൻ്റെ ഒരു ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ നിന്ന് ഒരിക്കൽ ഞാൻ പത്രത്തിലായിരുന്ന സമയത്ത് എന്നെ ഹരിഹരൻ എന്ന് പറഞ്ഞൊരാൾ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ മലയാള ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, ഈ ശബരിമലയിലെ പൂജാരിമാരെ മേൽശാന്തി നിയമനത്തിന് പരസ്യം ചെയ്യുമ്പോൾ സർക്കാർ പറയും മലയാള ബ്രാഹ്മണരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. പക്ഷെ മലയാള ബ്രാഹ്മണർ ഇപ്പോൾ ഇല്ല. ഈ ഹരിഹരൻ എന്നോട് പറഞ്ഞു, മലയാള ബ്രാഹ്മണർ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? തമിഴ്നാട്ടിൽ നിന്നുള്ളവരെയും ഒക്കെ ആയിട്ട് കല്യാണം ആലോചിക്കുന്നു. ഞങ്ങളുടെ ആണുങ്ങൾക്ക് പെണ്ണിനെ കിട്ടുന്നില്ല, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കിട്ടാനില്ല. അങ്ങനെ ജനസംഖ്യാപരമായി കേരളത്തിലെ മലയാള ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ മറ്റു സമുദായങ്ങൾക്ക്, മറ്റു ബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എത്തനിക്കലി ഈ മലയാള ബ്രാഹ്മണർ എന്ന് പറഞ്ഞ സമുദായം ഇല്ലാണ്ടാവും. ഇങ്ങനെ ഈ കൊങ്ങിണിമാർക്ക് പ്രശ്നമുണ്ട്. പല ഭാഷാ ന്യൂനപക്ഷങ്ങളെ പോലെ തന്നെ ചില മത ജാതി ന്യൂനപക്ഷങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതൊരു സാംസ്കാരികമായ ഇല്ലാതാകൽ മാത്രമാണ്. നമ്മൾ കൊണ്ട് പറഞ്ഞത് ബുൾബുൾ പക്ഷി ഇല്ലാണ്ടായി എന്ന് പറയുന്ന പോലെ ഒരു പക്ഷി ഇല്ലാണ്ടാവുമ്പോൾ വംശം തന്നെ ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ ലോകത്ത് മനുഷ്യൻ അവസാനിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവി ഇല്ലാതായ മനുഷ്യൻ ഇല്ലാതാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഭവം അല്ല വീഴേണ്ടത്. തേനീച്ച ഇല്ലാണ്ടായാൽ മനുഷ്യനില്ലാണ്ടാവും എന്ന് പറയുന്നത്. ആലോചിക്കുക, നമുക്ക് തേനീച്ച ഇല്ലാതെ നമ്മൾ തേൻ കുടിച്ചാണോ ജീവിക്കുന്നത്? അല്ല, തേനീച്ചയാണ് പൂക്കളിൽ പരാഗണം നടത്തുന്നത്, ചെടികളിൽ പരാഗണം നടത്തുന്നത്. പരാഗണം നടന്നില്ലെങ്കിൽ വിളവില്ല, ക്രോപ്സ് ഇല്ല. വിളവില്ലാതായാൽ എന്ത് പറ്റും? ഭക്ഷ്യവസ്തുക്കളില്ല. അപ്പോൾ ആലോചിക്കുമോ, പിന്നെ നെല്ലും ഗോതമ്പും ഒന്നുമില്ല, ഞാൻ ഇറച്ചി കഴിച്ച് ജീവിക്കും. ശരി, ഇറച്ചി കഴിച്ച് ജീവിക്കാൻ ഇറച്ചി ഉണ്ടാകുന്ന മൃഗങ്ങൾ എന്ത് കഴിക്കും? അല്ലേ? അപ്പോൾ തേനീച്ച ഇല്ലാതായാൽ ഭൂമിയിൽ ജീവൻ ഇല്ലാണ്ടാവും എന്ന് പറയുന്നത് പോലെയാണ് ഓരോ വിഭാഗങ്ങൾ ഇല്ലാതാവുമ്പോഴും വലിയ ലോസാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് സാംസ്കാരികമായ വ്യക്തിത്വം, അതായത് നമ്മൾ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പം ഒരു മുതിർന്ന ഒരാളെ കണ്ടാൽ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു കാലടി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ, അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണുമ്പോൾ
ഞാൻ പേര് മനഃപൂർവ്വം പറയാത്ത, അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കാണുമ്പോൾ നിലത്ത് വീണ് സാഷ്ടാംഗം കാൽക്കൽ നമസ്കരിക്കുന്നു. അതൊരു ആചാരമാണ് അല്ലേ? നമ്മുടെ ഒരു ഗുരുവിനോടുള്ള ഒരു ഒരു സാംസ്കാരികമായ ഇടപെടലാണ്. പണ്ടൊക്കെ മരം മുറിക്കുന്നതിന് മുമ്പ് മരത്തിനോട് അനുവാദം ചോദിക്കുമായിരുന്നു, കൂട് നഷ്ടപ്പെടുന്ന പക്ഷികളോട് മാപ്പ് അപേക്ഷിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിലും മരം മുറിക്കാം. പക്ഷെ അതൊക്കെ ഒരു കൾച്ചറാണ്. ഇങ്ങനെ നമുക്ക് തനതായിട്ടൊരു കൾച്ചർ നമ്മുടെ ഭാരതത്തിലുണ്ട്. ഈ ഭാരതത്തിലെ കൾച്ചർ ഇല്ലാതാവുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അത്തരം സാംസ്കാരികമായ കൾച്ചർ പുലർത്തുന്ന ആളുകൾ ഇല്ലാണ്ടാവും. എന്തുകൊണ്ടാണ്? ജനസംഖ്യ കുറഞ്ഞു പോയാൽ. അപ്പം മോഹൻജി ഭാഗവത് പറഞ്ഞത് ഈ നാട്ടിൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കൽ ഒരു ഫാക്ടറിയിലെ പരിപാടി പോലെ നടത്തുന്ന ആളുകളെക്കുറിച്ചല്ല. യഥാർത്ഥത്തിൽ ജനസംഖ്യയിൽ ജന്മം കൊടുക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവുള്ളതുകൊണ്ട് ഡിക്ലൈൻ സാംസ്കാരികമായും സാമൂഹികമായും ഡിക്ലൈൻ സംഭവിക്കുന്ന വിഭാഗങ്ങളെക്കുറിച്ച്. അതാരാണെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഹിന്ദുക്കളെക്കുറിച്ചാണ്. ഹിന്ദുക്കളിൽ ആണ് ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ വന്ന അണുകുടുംബമാണല്ലോ അല്ലേ? അണുകുടുംബമായപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? ഈ നമ്മുടെ പണ്ടൊക്കെ കുറച്ച് വൈകിട്ട് വിളക്ക് കൊളുത്തുന്നു, സന്ധ്യാനാമം ചൊല്ലുന്നു, മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാവും, അവർ കഥ പറയും. അങ്ങനെ ഒരു പാഠശാലയിലും ഒരു വേദപാഠശാലയിലും ഒരു മതപാഠശാലയിലും പോവാതെ കുട്ടികൾക്ക് സാംസ്കാരികമായിട്ട് അറിവുണ്ടാവുന്നു. ഇന്ത്യയുടെ കൾച്ചർ, ഇന്ത്യയുടെ പുരാണങ്ങൾ, വേദങ്ങൾ ഇതൊക്കെ അറിയാം. അതൊക്കെ കഥകളിലൂടെയും ഒക്കെ ഇവരെ പഠിപ്പിക്കുക. ഇന്നാരുമില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഈ കുട്ടികൾക്ക് ഒന്നും അറിയുന്നില്ല. രാമൻ്റെ ആരാണ് ദ്രൗപദി എന്ന് കുട്ടികൾ ചോദിക്കും. രാമനും ദ്രൗപദിയും തമ്മിൽ എന്താ ബന്ധമെന്ന്. കാരണം ഇത് 2 പുസ്തകങ്ങളിലാണ്, 2 ഇതിഹാസങ്ങളാണെന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഹിന്ദുക്കളിൽ മാത്രമാണ്. ഈ സാംസ്കാരികമായ അധപ്പതനം അല്ലെ ഇറാഡിക്കേറ്റ് ചെയ്യുകയാണ്, ഈ ഉന്മൂലനം ചെയ്യുകയാണ്. അതേസമയം ക്രിസ്ത്യാനിറ്റി നോക്കൂ, അവർ കൃത്യമായി കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് സൺഡേ സ്കൂളുണ്ട്. ഇസ്ലാമിൽ ഇത് മാത്രമേ ഉള്ളൂ, മദ്രസകളുണ്ട്. അപ്പോൾ അവരുടെ സംസ്കാരം പരിപോഷിക്കപ്പെടുന്നുണ്ട്, അവരുടെ എണ്ണം കൂടുന്നുണ്ട്, അവരുടെ എണ്ണം മാത്രമേ കൂടുന്നുള്ളൂ. ഇവിടെയോ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അണുകുടുംബം എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മയും മക്കളും, മുത്തശ്ശനും മുത്തശ്ശിയും വേറെ എവിടെയെങ്കിലും, വേണ്ടാൽ വൃദ്ധസദനങ്ങളിൽ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഹിന്ദുക്കൾ അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് മിനിമം 3 കുട്ടികൾ എങ്കിലും വേണമെന്നുള്ളൂ. ഇപ്പോൾ വളരെ തന്നെ ഇപ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോഹൻ ഭാഗവതിന് ഇതൊക്കെ പറയാം, 3 കുട്ടികളെ ഉണ്ടാക്കി ആര് ചിലവിന് തരും? പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഞാനത് ആലോചിക്കുന്നതെന്നറിയാമോ? ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ പിടിപ്പുകേടാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൽ, ഇതുവരെയുള്ള കേന്ദ്ര സർക്കാരുകളുടെ. കാരണം അതങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നിമിഷം വരെ മോദിയുടെ 3ാം ടൈമിലെ ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ ആകെ പരിപോഷിപ്പിക്കുന്നത് ഈ മുസ്ലിമുകളെ മാത്രമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളുണ്ട്, അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട്, ന്യൂനപക്ഷത്തിനുള്ള ആനുകൂല്യങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഹിന്ദുക്കൾക്കൊന്നുമില്ല. അപ്പോൾ അവർ ഭൂരിപക്ഷ സമുദായത്തിന് എങ്ങനെ കൊടുക്കും? അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ മൈനോറിറ്റി കമ്മീഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒരു എത്തനിക് ആയിട്ടുള്ള ഒരു കമ്മീഷനോ ഒരു മന്ത്രാലയം ഉണ്ടായിക്കൂടാ? എത്തനിക് എന്ന് പറഞ്ഞാൽ പൗരാണികമായ, അല്ലേ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും പൗരാണികമായ മതമാണ്, ഏറ്റവും പൗരാണികമായ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ന്യൂനപക്ഷ വകുപ്പ് പോലെ ഒരു എത്തനിക് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയത് എന്താ? ഇവിടെ ഇപ്പം മൈക്രോ മൈനോറിറ്റി ആയിരിക്കുന്ന ബ്രാഹ്മിൻസ്, അങ്ങനെ ഇപ്പം ഈ SC ST വിഭാഗത്തിലുള്ള ചില ഉള്ളാട സമുദായങ്ങൾ അല്ലേ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക കേരളത്തിൽ. ഇങ്ങനെയുള്ള എത്തനിക്കായിട്ടുള്ള പൗരാണികമായ ഹിന്ദു മതത്തിൽ തന്നെയുള്ള എത്തനിക് എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ സംസ്കാരവും പാരമ്പര്യമുള്ള മതം എന്ന് പറഞ്ഞ ഹിന്ദു മതം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു എത്തനിക് മതങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് BJP സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് അവർക്ക് ചെയ്യാവുന്ന നീതി. അവരിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വന്ന നിങ്ങൾ ഈ പറയുന്ന കൊങ്ങിണികളെയും, നിങ്ങൾ ഈ പറയുന്ന മലയാള ബ്രാഹ്മണന്മാരെയും, നിങ്ങൾ ഈ പറയുന്ന ഉള്ളാട സമുദായത്തിൽപ്പെട്ട ആളുകളെയും, അല്ലെങ്കിൽ എഴുത്തച്ഛൻ, പുഷ്പകർ എന്നൊക്കെ പറയുന്ന വളരെ മൈക്രോ തുളു ഈ ഇതിനകത്ത് വരും, ഈ കൊങ്ങിണിമാരിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള ചില സാംസ്കാരിക വളരെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ പറ്റുന്ന വകുപ്പുകളൊക്കെ അത് നടപ്പാക്കാം. അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെ 3 മക്കളുണ്ടായാൽ ചിലവിന് കൊടുക്കുന്നുള്ളൊരു പരിഹാരമാവും. ഏതായാലും മോഹൻജി ഭാഗവത് പറഞ്ഞത് മോദി പറഞ്ഞതും രണ്ടും ശരിയാണ്. അത് രണ്ടും ഇവിടെ കൂട്ടിക്കുഴച്ചിട്ട് കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഉദ്ദേശം ഞങ്ങളുടെ ആളുകൾ മാത്രം നെല്ലിക്കാക്കൊട്ട മറിച്ചതുപോലെ മക്കളെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്ന പോളിസിക്കാരാണ്.